ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ബഹ്റൈൻ ബേയിൽ പോയതാണ്. ഞാനും രാഹുൽ ചേട്ടനും കുഞ്ഞും കൂടെ. ദേ ഈ കാണുന്നത് ഫോർ സീസൺ എന്ന് പറഞ്ഞ ഏറ്റവും ലക്ഷറിയസ് ഹോട്ടലാണ് നമ്മുടെ മനാമയിലുള്ളത്. അടിപൊളി ഒരു ഹോട്ടലാണ് കേട്ടോ. പക്ഷെ നമ്മൾ എൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴിതെറ്റിപ്പോയതാണ്. അത് നമ്മളവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നടക്കുകയാണെ. കുറച്ച് നടന്നിട്ടാണ് ഇങ്ങനെ ആ ഒരു വ്യൂവിലോട്ടൊക്കെ പോകേണ്ടത്. അവിടെ ബഹ്റിൻ വാക്ക് വേ, നമുക്ക് കുറച്ച് നേരം നല്ലൊരു ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ബഹ്റൈൻ ബേ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം. നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ആ പോകുന്ന വഴിക്ക് ഇതുപോലെ ചെറിയൊരു എന്താ പറയുക, ഒരു മ്യൂസിക്കൽ ഫൗണ്ടൻ പോലെ നമ്മുടെ ദുബായിലൊക്കെ ഉണ്ടായിരുന്നത് പോലെ ഉണ്ട്. ഒരു ചെറിയൊരു ഇത്, അതിന്റെ സൈഡിൽ തന്നെ പാർക്ക് ഉണ്ട്. ഇവിടെ ഒരു കോഫി ഷോപ്പും ഉണ്ട്. അപ്പൊ കുഞ്ഞ് ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അവന് ഉറക്കം വരുന്നുണ്ട്, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത് ആ ഒരു സ്പോട്ട്. ഇത് ബേ വ്യൂ എന്ന് പറഞ്ഞ സ്ഥലമാണേ. നോക്ക് എന്ത് രസമാണ് നോക്ക്. അടിപൊളി ഹോട്ടലും എന്താ പറയാ, ലക്ഷറിയസ് ആയിട്ടുള്ള ബിൽഡിങ്സ് ആണേ. നമ്മുടെ ബഹ്റിന്റെ ട്വിൻ ടവർ നല്ല രസമല്ലേ കാണാൻ, അടിപൊളിയായിട്ടില്ലേ. ഇവിടെ കുറെ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട്. കയാക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു, ഫിഷിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പോയ സമയത്ത്, നമ്മൾ പോയത് ഒരു 5 മണിയൊക്കെ കഴിഞ്ഞ സമയത്തായിരുന്നു. ഈവനിങ് ടൈമും നമുക്ക് കാണാൻ പറ്റി, നല്ല ഭംഗിയായിരുന്നു. ഈ ബിൽഡിങ്സ് ഒക്കെ നോക്കുക, ഇതിന്റെ കൺസ്ട്രക്ഷൻസ് ഒക്കെ തന്നെ കാണുമ്പോൾ തന്നെ എന്ത് രസമാണ്. ഇതൊക്കെ കൺസ്ട്രക്ട് ചെയ്ത സമയത്ത് അവർ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇത്രയും ആ ഒരു ചൂടത്തൊക്കെ ഇങ്ങനെ ഇത്രയും ഭംഗിയാക്കി ഒരു ബിൽഡിംഗ് ഒക്കെ വരുമ്പോൾ തന്നെ അടിപൊളിയല്ലേ. നല്ല ലക്ഷറിയസ് ആയിട്ടുള്ള ഹോട്ടൽസ് ഒക്കെ ഉള്ളതാണ് ഇവിടെ ബഹ്റിൻ ബേയിൽ. ഈ ഒരു നല്ലൊരു സൺസെറ്റ് ഒക്കെ കണ്ട് നമ്മളിങ്ങനെ കുറച്ച് നേരം നിന്ന് ഈ ഒരു ബിൽഡിംഗ് തന്നെ നോക്ക്, ഇങ്ങനെ ട്വിസ്റ്റഡ് ആയിട്ടൊരു ബിൽഡിംഗ്. അത് എല്ലാവരും പറയുന്നത് ദുബായിലെ ബുർജ് ഖലീഫ ഡിസൈൻ ചെയ്ത ആ ഒരു ആർക്കിടെക്ചർ കമ്പനിയാണ് ബഹ്റിൻ ബേയിൽ ഡിസൈൻ ചെയ്തതെന്നാണ് പറയുന്നത്. പക്ഷെ ഇതിനകത്തൊക്കെ ഒന്ന് കയറണം എന്ന് തന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് നടക്കുമെന്ന് അറിയില്ല, എപ്പോഴെങ്കിലും നടക്കും. പക്ഷേ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഏതെങ്കിലും ഒരു നല്ലൊരു ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ഹോട്ടലിൽ നമുക്ക് കയറണം എന്നൊരാഗ്രഹമുണ്ട്. ദൈവം സഹായിച്ചു തരട്ടെ. അങ്ങനെ നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നേ. കുഞ്ഞിനും വലിയ പ്രശ്നമില്ലായിരുന്നു, അവനും നമ്മുടെ കൂടെ കോപ്പറേറ്റീവ് ആയിരുന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ നടന്നത് വാക്ക് വേയിലേക്കാണ്. അവിടെ ഇതുപോലെ കുറച്ചൊന്നും നടക്കണമായിരുന്നു. കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതേ ബോഗൻവില്ല കണ്ടോ. ഞാൻ തൊട്ടപ്പോഴത്തേക്ക് തന്നെ ഒരു ബോഗൻവില്ല എൻ്റെ കയ്യിൽ വന്നു. പിന്നെ ഞാൻ പേടിച്ചു, ഇനി വല്ല പോലീസ് എങ്ങാണോ ഇനി പറിച്ചതിന് എന്നെ പെറ്റിയടിക്കുമോ എന്നൊക്കെ അറിയില്ലല്ലോ. അപ്പൊ അതായിരുന്നു. അപ്പൊ അവനെയും കൊണ്ട് ഇങ്ങനെ നടന്നു. അപ്പൊ അവൻ ഉറങ്ങി കേട്ടോ, അവൻ ഉറങ്ങുന്ന ടൈമായിരുന്നു. ഇതാണ് വാക്ക് വേ. പിന്നെ സൈഡിൽ കുറെ ആൾക്കാരും ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അവിടെ കുറെ കുഞ്ഞു കുഞ്ഞു ഫുഡിന്റെ സ്പോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, കോഫി സ്പോട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നമ്മുടെ സീയുടെ അടുത്തൊക്കെ ഇരുന്ന് കോഫി കുടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അങ്ങോട്ടേക്കൊന്നും പോയില്ല. അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം അവിടെ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ നമ്മളതായത് കണ്ടു, എന്ത് രസമാണെന്ന് നോക്ക്. ആ ഒരു ബ്ലൂ ലൈറ്റും യെല്ലോ ലൈറ്റും. ഇവിടെ ദ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു പാർക്കിംഗ് ഒരു ഏരിയ ഉണ്ട് കുട്ടികൾക്കുള്ളത്. അവിടെയൊക്കെ ആളുകളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. നമ്മൾ അവരുടെ പ്രൈവസി ശരിയല്ലല്ലോ നമ്മൾ എടുക്കുന്നത്. പക്ഷേ നല്ല അടിപൊളി സ്പോട്ടാട്ടോ, നല്ല രസമാണ് ഈ ഒരു വൈകിട്ട് ഇങ്ങനെ പോവാൻ. പിന്നെ ഇതിൽ വാട്ടർ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് ഇവിടെ. ഒരു ചെറിയൊരു ബോട്ട് പോലെ ഇങ്ങനെ എന്താ പറയാ, ബോട്ട് സർവീസ് ഒക്കെ നടക്കുന്നുണ്ട്. ഞങ്ങൾ പോയിട്ടുണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട്. നേരത്തെ അവന്യൂസും സ്റ്റാർട്ട് ചെയ്ത് ഇതേപോലെ ഒരു ഇതിലൊക്കെ കറങ്ങി വരുമായിരുന്നു. പക്ഷെ ഇനി പ്രാവശ്യം നമുക്ക് പോകാൻ പറ്റിയില്ല. ഇനി നെക്സ്റ്റ് ടൈം നമ്മൾ മക്കൾ വരുമ്പോൾ ഞങ്ങൾ ഉറപ്പായിട്ടും പോയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ കുഞ്ഞോണമെന്ന് കേട്ടോ. അങ്ങനത്തെ ഈ ഒരു ഫ്രെയിം കണ്ടോ, നല്ല രസമല്ലേ ഫ്രെയിം കാണാൻ. അതിൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാഞ്ഞത്. അവരുടെ പ്രൈവസിയും നമ്മൾ നോക്കണമല്ലോ. അങ്ങനെ നമ്മൾ കുറച്ചു നേരം അതിലേക്കൊക്കെ നടന്നു. അവനും ഇങ്ങനെ ലൈറ്റ് ഒക്കെ കണ്ട് വാട്ടർ ഒക്കെ കണ്ടിട്ട് നല്ല രസമായിരുന്നു. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നേ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി രാത്രിയായപ്പോൾ എന്ത് ഭംഗിയാന്നൊക്കെ, ലൈറ്റ്സ് ഒക്കെ ഫുള്ള് ട്വിൻ ടവറിലൊക്കെ ഇട്ടിട്ട് അടിപൊളിയല്ലേ, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ കുറച്ച് നേരം നമ്മൾ അവിടെ നിന്നുള്ളൂ. വൈകിട്ട് നമുക്ക് ഡേ വ്യൂവും കാണാൻ പറ്റി, നൈറ്റ് വ്യൂവും കാണാൻ പറ്റി. ഈ ബിൽഡിങ്സ് ഒക്കെ കണ്ടോ, ഫുള്ള് ലൈറ്റ്സ് ഒക്കെ വന്നിട്ട് നല്ലൊരു ഈവനിങ് ആയിരുന്നേ. നമ്മുടെ എന്താ പറയാ, ഈവനിങ് വാക്ക് ചെയ്യാൻ പറ്റും, നല്ലതാണ്. നല്ല വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്, ബോട്ട് സർവീസ് എല്ലാം ഉള്ളൊരു നല്ലൊരു ലക്ഷറിയസ് ഒരു ഡൈനിങ് സ്പോട്ടൊക്കെ ഉള്ളൊരു സ്പോട്ടാണ് നമ്മുടെ ബഹ്റിൻ ബേ എന്ന് പറയുന്നത്. പിന്നെ കിച്ചനൊക്കെ പറ്റിയ ഒരു പാർക്കുണ്ട്. പിന്നെ ചെസ് ബോർഡ് പോലൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം അവിടെയൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഗാർഡൻസ് എന്നൊക്കെ ഒരു കുഞ്ഞൊരു ഗാർഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു.
നമ്മൾ അങ്ങോട്ടേക്കൊന്നും പോയില്ല കേട്ടോ. കാരണം അവിടെ കുറേ ആളുകളൊക്കെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നു, അവിടെയൊക്കെ ഇരിക്കുന്നു. അപ്പം നമ്മൾ അവരുടെ പ്രൈവസി നമ്മൾ നോക്കണമല്ലോ. അങ്ങനെ നമ്മൾ അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് കുഞ്ഞിൻ്റെതായി ലൈറ്റ് കണ്ടിട്ട് അങ്ങ് ഇഷ്ടമായി തോന്നുന്നു. ഇങ്ങനെ അവൻ നോക്കുന്നുണ്ടായിരുന്നു, നല്ല രസമായിട്ട് ഇങ്ങനെ. എനിക്ക് ഈ ബിൽഡിങ് ഒരുപാട് ഇഷ്ടമായി. എപ്പോഴെങ്കിലും ഒന്ന് കയറണം എന്നൊരാഗ്രഹമുണ്ട്. എപ്പോഴെങ്കിലും ദൈവം സഹായിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഇന്നൊരു കുഞ്ഞൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ മക്കളെയും കൊണ്ട് ഞങ്ങൾ ഇനി ഒരു പ്രാവശ്യം കൂടെ വരും. ഞങ്ങൾ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ പോകുന്നത്. ഞങ്ങൾ ഇനിയും പോകണമെന്നുണ്ട്. മക്കളും കൂടെ വരട്ടെ, അവരും കൂടെ വന്നിട്ട് നമ്മൾ ഇനിയും പോവും. നമ്മളങ്ങനെ കഴിഞ്ഞു. നമ്മുടെ പാർക്കിങ്ങിലോട്ടൊക്കെ പോവുകയാണ്. നല്ലൊരു സൺസെറ്റൊക്കെ കണ്ടിട്ട് സൂപ്പറായിട്ട് നല്ലൊരു എന്താ പറയുക, ഒരു ഈവനിങ് സ്പോട്ടിനൊക്കെ ഏറ്റവും പറ്റിയൊരു സ്ഥലമാണിത്. കുറച്ചു നേരം നടക്കാനൊക്കെ പറ്റും. അപ്പോൾ താങ്ക് യു. നമ്മുടെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.